ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി, കുറ്റിപ്പുറം, പുത്തനത്താണി. ഫേസ്ബുക്കിലൂടെ അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിച്ച് പണം തട്ടുന്നത് വ്യാപകമാകുന്നു. വീഡിയോ കോൾ ചെയ്ത് നഗ്നത പ്രദർശിപ്പിക്കുന്ന സംഘം കോൾ റെക്കോർഡ് ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നുവെന്നാണ് പരാതി. 2 യുവാക്കളുടെ പരാതിയിൽ മലപ്പുറം താനൂർ പോലീസ് അന്വേഷണം തുടങ്ങി. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. തട്ടിപ്പ് സംഘത്തിൽ നിന്നും ആദ്യം ഫേസ്ബുക്കിൽ സൗഹൃദ അഭ്യർത്ഥന വരും. സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നാലെ വീഡിയോ കോൾ. ഇതും സ്വീകരിച്ചാൽ നഗ്നത പ്രദർശിപ്പിക്കും. ഫോൺ ഉപയോഗിക്കുന്നയാളുടെ മുഖം പതിഞ്ഞാലുടൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയാണ് പതിവ്. അത്തരം വീഡിയോ സന്ദേശം അയച്ച ആളുകളുടെ ബന്ധുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടുന്നത്. 5000 മുതൽ 10000 രൂപ വരെയാണ് തട്ടിപ്പുകാർ ചോദിക്കുക. പണം നൽകിയാൽ വീണ്ടും കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഭീഷണി തുടരും. ഓൺലൈൻ വഴിയാണ് പണമിടപാടുകൾ. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി താനൂർ സ്റ്റേഷൻ ഓഫീസർ പി പ്രമോദ് പറഞ്ഞു. വേറെ കുറച്ച് പേര് ഈ ലേഡി പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ വാച്ച് ചെയ്യും. അപ്പോൾ വാച്ച് ചെയ്യുന്നവരുടെ ഉദ്ദേശം ഞാനൊന്നും ചെയ്യുന്നില്ല, ബോധപൂർവം ഇയാൾ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അയാൾക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അയാളുടെയും റെക്കോർഡിങ് ആയിരിക്കും. അത് അയാളുടെ ഫ്രണ്ടിന് പോകുമ്പോൾ വാച്ച് ചെയ്യുന്നതാണല്ലോ കാണുന്നത്. അത് പിന്നീട് ഇയാൾ കാണുമ്പോഴാണ് ഇയാൾക്ക് അതിൻ്റെ ടെൻഷൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ മെസ്സഞ്ചർ വന്ന് നമ്മൾ ഇരിക്കുന്നതോടുകൂടി നമ്മൾ ട്രാപ്പിലാവുക. ഇങ്ങനെ 2 പരാതിയിൽ അവർക്ക് രണ്ടാൾക്ക് ഒരാൾ 10,000 വീതം ഇട്ടു, ഒരാൾ ഒരു 10,000 ഇട്ടു. മെസ്സഞ്ചർ വഴി വരുന്ന വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവരുടെ മാനവും അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടാവാൻ സാധിക്കും. കേസിന് ഇപ്പോൾ ഈ URL ID യും മറ്റു പ്രൈമാഫസി ഇതിൻ്റെ ഒരു അന്വേഷണം സൈബർ സെൽ നടത്തിയിട്ട് അതുവഴിയാണ് നമ്മൾ കേസ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ അത് പ്രാഥമികമായിട്ട് മലപ്പുറം സൈബർ സെല്ലിന് പരിശോധന തുടങ്ങി. മാനഹാനി മൂലം പലരും പോലീസിൽ പരാതി നൽകില്ലെന്ന് ഉറപ്പിച്ചാണ് പ്രതികളുടെ തട്ടിപ്പ് തുടരുന്നത്. 50ഓളം പേർ സംസ്ഥാനത്ത് ഇത്തരം തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സന്ദേശങ്ങൾ വന്ന URL കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഉത്തർപ്രദേശിൽ നിന്നാണെന്നും പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. എന്നാൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്യുന്നതാണെന്നാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ താനൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മലബാർ ടൈംസ്, താനൂർ.